നമസ്കാരം, ഹരീഷാണ്. പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് വാർഡ് 17 കോക്കാട് മെമ്പറാണ്. ഈ വരുന്ന ഫെബ്രുവരി 28-ാം തീയതിക്കുള്ളിൽ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും, അതായത് വാർദ്ധക്യം, വിധവ, വികലാംഗം, അതേപോലെ തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ഈ 4 വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും 1,00,000-ൽ താഴെയുള്ള വരുമാന സർട്ടിഫിക്കറ്റും ആധാർ കാർഡും അവരവരുടെ പെൻഷൻ പ്രൊഫൈലിൽ പഞ്ചായത്തിൽ കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ആ പ്രസ്തുത വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മുടെ പഞ്ചായത്തിലെ 99% ആളുകളും, ഏകദേശം കണക്കാണ്, 99% ആളുകളും ഇപ്പോൾ തന്നെ നമ്മുടെ പെൻഷന് വേണ്ടി ഇത്തരത്തിലുള്ള രേഖകൾ ഓൾറെഡി സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കൊടുത്ത രേഖകൾ പെൻഷൻ പ്രൊഫൈലിൽ കയറിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. എന്നാൽ മാത്രമാണ് നമുക്ക് തുടർന്നും പെൻഷൻ ലഭിക്കുകയുള്ളൂ. എന്തെങ്കിലും സാങ്കേതിക വശങ്ങളാൽ ഇത് കയറിയിട്ടില്ലെങ്കിൽ നമുക്ക് പെൻഷൻ ലഭിക്കാനുള്ള അർഹത ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൊടുത്ത വരുമാന സർട്ടിഫിക്കറ്റും ആധാർ കാർഡൊക്കെ സമയങ്ങളിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ വാർഡ് 17-ൽ ഓരോ വീട്ടിലും വന്നിട്ട് ഇത്തരത്തിലുള്ള പെൻഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മെമ്പറോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹായിയോ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ആ പ്രസ്തുത വിവരം ചെക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്ന് എങ്ങനെയാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് കൊടുത്ത ആധാർ കാർഡും വരുമാന സർട്ടിഫിക്കറ്റും അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമുക്ക് ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ ജസ്റ്റ് സേവന പെൻഷൻ എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഗൂഗിളിൽ ജസ്റ്റ് സേവന പെൻഷൻ എന്ന് എൻ്റർ ചെയ്യുക. സേവന പെൻഷൻ എൻ്റർ ചെയ്തതിന് ശേഷം ഫസ്റ്റ് വരുന്ന ലിങ്കിൽ കയറുക. ഇവിടെ പെൻഷൻ തിരച്ചത് എന്ന് തന്നെയാണ് കാണുന്നതെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ആധാർ നമ്പർ കൊടുക്കുക. ആധാർ നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം അവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 4 അക്ക നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം തിരയുക എന്നുള്ളത് കൊടുക്കുക. തിരയുക എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പെൻഷനറുടെ പേര് കാണിക്കും. ഇവിടെ എൻ്റെ സഹോദരൻ്റെ സുഹൈബിൻ്റെ പേരാണ് കാണുന്നത്. ഷുഹൈബിൻ്റെ ആധാർ നമ്പറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഷുഹൈബിനാണ് കാണുന്നത്. അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കാണിക്കും സമർപ്പിച്ചിട്ടുണ്ട്, വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് എന്നുള്ളിടത്ത് സമർപ്പിച്ചിട്ടുണ്ട്. അതായത് ഇദ്ദേഹം കൊടുത്ത ആധാർ കാർഡും വരുമാന സർട്ടിഫിക്കറ്റും ഓൾറെഡി പ്രൊഫൈലിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് കാണുന്നത്. അംഗീകരിച്ച തീയതി, പഞ്ചായത്തിൽ നിന്ന് പ്രസ്തുത വിവരം അപ്ഡേറ്റ് ചെയ്ത തീയതി 17/12/2022 ആണ് എന്നും കാണാം. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ വരുമാന സർട്ടിഫിക്കറ്റും ആധാർ കാർഡും കയറിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ എല്ലാവരും ഇത് മൊബൈലിൽ നിന്ന് ചെയ്യുക. നമ്മുടെ ഓരോ വീട്ടിലും ഒരു കുട്ടിക്കെങ്കിലും മൊബൈൽ ഉപയോഗിക്കാൻ അറിയുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരെ കൊണ്ട് ചെയ്യിക്കുക. ഏത് സൈറ്റിലാണ് കയറുന്നതൊക്കെ ഇതിനോടൊപ്പമുള്ള മെസ്സേജ് ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യുക. പിന്നെ താഴെ കാണുന്നത് നമുക്ക് പെൻഷൻ വിതരണം ചെയ്ത തീയതിയും എത്ര തുകയാണ് വിതരണം ചെയ്തു എന്നുള്ള വിവരങ്ങളൊക്കെയാണ്. അപ്പോൾ പെൻഷനുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക വിവരങ്ങളും ഇത്തരത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏത് സമയത്ത് തന്നെ വിളിക്കുക. അതേപോലെ കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പഞ്ചായത്തുമായി ബന്ധപ്പെടുക. അപ്പോൾ എല്ലാവരും ഫെബ്രുവരി 28 മുന്നേ തന്നെ ആധാർ കാർഡും വരുമാന സർട്ടിഫിക്കറ്റും പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.